നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോഴിക്കോടിന് ഉത്സവമായി മേഖലാ രാജ്യാന്തര ചലച്ചിത്രമേള. നഗരം ഏറ്റെടുത്ത മേളയിൽ തിയേറ്ററുകളിൽ വൻ തിരക്ക്. 4 ദിവസത്തെ മേള സംവിധായകനും KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് ചെയർപേഴ്സണുമായ സയ്യിദ് അക്തർ മിർസിയാണ് ഉദ്ഘാടനം ചെയ്തത്. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. വിശിഷ്ടാതിഥിയായിരുന്ന തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഫെസ്റ്റിവൽ ബുക്ക് ചലച്ചിത്ര താരം മീനാക്ഷി ജയന് നൽകി പ്രകാശനം ചെയ്തു. ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ പ്രകാശനം KSFDC മാനേജിംഗ് ഡയറക്ടർ VS പ്രിയദർശനൻ നടൻ സുധീഷിന് നൽകി നിർവഹിച്ചു. ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ പ്രേംകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. 29ാം IFFK ക്യൂറേറ്റർ ഗോൾഡ സെല്ലം, ഗോപികൃഷ്ണൻ വർമ്മ എന്നിവർ പങ്കെടുത്തു. ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C അജോയ്, ജനറൽ കൗൺസിൽ അംഗങ്ങളായ കുക്കു പരമേശ്വരൻ, സന്തോഷ് കീഴാറ്റൂർ, സോഹൻ സീനുലാൽ, KJ തോമസ്, KT ശേഖർ, ഫെസ്റ്റിവൽ ഡെപ്യൂട്ടി ഡയറക്ടർ H ഷാജി എന്നിവർ സംസാരിച്ചു. 7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കോഴിക്കോട് തിരിച്ചെത്തിയ മേഖലാ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ ഹൗസ്ഫുള്ളായി ആദ്യ ദിനം. മേളയെ ഏറ്റെടുത്ത് കോഴിക്കോടിന്റെ കലാസ്വാദകർ. ആദ്യ ദിനം നിറഞ്ഞ സദസ്സുകളിലാണ് ചിത്രങ്ങളെല്ലാം പ്രദർശിപ്പിച്ചത്. ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൈരളി, ശ്രീ കോർണേഷൻ തിയേറ്ററുകളിൽ ഡെലിഗേറ്റുകളുടെ നീണ്ട നിര രൂപപ്പെട്ടു. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 6 സിനിമകളും മലയാളം സിനിമ ടുഡേ, ഫീമെയിൽ ഗെയ്സ്, ഫെസ്റ്റിവൽ ഫേവറേറ്റ് വിഭാഗങ്ങളിൽ 1, ഇന്ത്യൻ സിനിമ നൗ, ലോക സിനിമാ വിഭാഗത്തിൽ 2 സിനിമകളാണ് ആദ്യ ദിനം പ്രദർശിപ്പിച്ചത്. എൽബോ, ദ ഗേൾ വിത്ത് നീഡിൽ, ലിൻഡ, ദ സീഡ് ഓഫ് ദ സെക്രട്ട് ഫിഗ് തുടങ്ങിയ ചിത്രങ്ങൾ ഉൾപ്പെടെ മേളയിലെ ഷോകളെല്ലാം നിറഞ്ഞ സദസ്സിലാണ് പ്രദർശിപ്പിച്ചത്. പ്രദർശനം കഴിഞ്ഞുള്ള Q&A സെഷനിലും മികച്ച പ്രതികരണമാണുണ്ടായത്. ദി ഗേൾ വിത്ത് ദി നീഡിൽ എന്ന ചിത്രം മികച്ച പ്രേക്ഷക പ്രതികരണം നേടി. തിങ്ങി നിറഞ്ഞ സദസ്സിലാണ് ശ്രീ തിയേറ്ററിൽ ചിത്രം പ്രദർശിപ്പിച്ചത്. ഡാനിഷ് സീരിയൽ കില്ലർ ഡാഗ്മർ ഓവർ ബൈയുടെ യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച സിനിമ ശ്വാസമടക്കി പിടിച്ചാണ് പ്രേക്ഷകർ കണ്ടുതീർത്തത്. കൊയിലാണ്ടിയിൽ ഹർഘർ തിരങ്ക ഹർഘർ സ്വച്ഛതാ ക്യാമ്പയിന് തുടക്കമായി. സ്വാതന്ത്ര്യം പോലെ തന്നെ ശുചിത്വവും പ്രധാനമാണെന്ന സന്ദേശം ഉയർത്തിയാണ് ക്യാമ്പയിൻ നടക്കുന്നത്. നഗരസഭ സെക്രട്ടറി S പ്രദീപിൽ നിന്ന് ക്യാമ്പയിൻ പോസ്റ്റർ ഏറ്റുവാങ്ങി ചെയർപേഴ്സൺ സുധ കിഴക്കേപ്പാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിജില പറവക്കൊടി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ NS വിഷ്ണു, P പ്രജിഷ, കൗൺസിലർമാരായ സിറാജ്, KT സുമേഷ്, KM സുമതി, NT രാജീവൻ, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ KC രാജീവൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ജില്ലാ യുവജന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജില്ലാതല ശാസ്ത്ര ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ KV പ്രേമചന്ദ്രൻ അധ്യക്ഷനായ പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ഗവാസ് മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ C ഗിരീഷ് കുമാർ, കോഴിക്കോട് കോർപ്പറേഷൻ കോർഡിനേറ്റർ സിനാനുമാർ, യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ TK സുമേഷ്, വിനോദൻ, പൃഥ്വിയിൽ, PT അമർജിത്ത്, സനൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. മുക്കം ടൗൺ 2ാം ഘട്ട നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി ഡ്രൈനേജ് നിർമ്മാണം നടക്കുന്നതിനാൽ പുതിയ സ്റ്റാൻഡിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു. വാഹനങ്ങൾ ഇന്നു മുതൽ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതുവരെ പഴയ സ്റ്റാൻഡിലേക്ക് പോകണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് എംപ്ലോയബിലിറ്റി സെന്ററിൽ ഓഗസ്റ്റ് 12 രാവിലെ 10:30 ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കും. സൈറ്റ് എഞ്ചിനീയർ, സൈറ്റ് സൂപ്പർവൈസർ, കരിയർ ഏജന്റ്, ടെലികോളർ കം ഓഫീസ് സ്റ്റാഫ്, മെക്കാനിക്കൽ ടീച്ചിംഗ് ഫാക്കൽറ്റി എന്നീ തസ്തികകളിലേക്ക് കൂടിക്കാഴ്ച നടത്തും. ഫോൺ 0495 237 0176. മലാപ്പറമ്പ് ഗവൺമെന്റ് വുമൺസ് പോളിടെക്നിക് കോളേജിലെ 2ാം സ്പോട്ട് അഡ്മിഷന്റെ കൗൺസിലിംഗ് ഓഗസ്റ്റ് 11, 12 തീയതികളിൽ രാവിലെ 9 മുതൽ കോളേജിൽ നടക്കും. സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ജില്ലാ റാങ്ക് ലിസ്റ്റിലുള്ളവർക്കും പുതുതായി അപേക്ഷിച്ചവർക്കും പങ്കെടുക്കാം. രാവിലെ 9നും 10:30 ഇടയിൽ നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്യണം.
79ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ ഡിഫൻസ് സർവീസ് കോറിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 11 നടത്തുന്ന സൈക്കിൾ റാലി രാവിലെ 8 വിക്രം മൈതാനിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. പരിപാടിയുടെ ഭാഗമായി സൈനിക ക്ഷേമ ഓഫീസിന്റെ ഹെൽപ്പ് ഡെസ്ക്, സ്പർശ് ഹെൽപ്പ് ഡെസ്ക് എന്നിവയും ഉണ്ടാകും. ഫോൺ 0495-277-1881. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.